നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഫോൺ നമ്പർ കയ്യിലുണ്ടെങ്കിലും ആ വായി നോക്കി പേഴ്സണൽ മാനേജർ അല്ലേ അറ്റൻഡ് ചെയ്തുള്ളൂ. ഇനിയിപ്പോ ജഗദീപ് കുമാറിനെ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ജിമ്മും സ്വിമ്മിംഗ് പൂളും ഹോം തിയേറ്ററും എല്ലാം സ്വന്തമായിട്ടുള്ള ഒരാള്. അതുപോലത്തെ ഒരു VIP എപ്പോ പുറത്തിറങ്ങും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലല്ലോ. അയാൾ പതിവായി വരുമെന്ന് ശ്രദ്ധ പറഞ്ഞ റെസ്റ്റോറന്റിലൊക്കെ നമുക്കൊന്ന് തപ്പി നോക്കാടി. കിട്ടും. കിട്ടാതെ എവിടെ പോകാനാ? അവര് ഈ വഴിക്ക് വരുമെന്നല്ലേ ശ്രദ്ധ പറഞ്ഞത്? ആ അതെ. ഇത് കാണുന്നില്ലടാ. എന്നാ ഞാൻ പോയി അവരെ എടുത്തോണ്ട് വരട്ടെ, ഹനുമാനെ പോലെ. രൂപം കൊണ്ടൊക്കെ, പക്ഷെ നിനക്ക് അതിനുള്ള ഊർജമൊക്കെ ഉണ്ടാവടാ. എടാ ജയദീപേ, ഈ കളിക്കൊക്കെ ഉള്ള കാശ് ഇറക്കുന്നതേ എന്റെ ജാമ്യത്തിലാ. ഇതിനിടയിലെ ഒരുമാതിരി വർത്തമാനം പറഞ്ഞോണ്ടല്ലോ. അയ്യോ സുല്ല്, എടാ ഞാൻ ഒരു തമാശ പറഞ്ഞില്ലേ, അപ്പോഴേക്കും നീ പിണങ്ങിയ. എടാ ചന്തു, ഞാൻ ഈ കാറിന്റെ ബോണറ്റ് ഒന്ന് പൊക്കി വെച്ചിട്ട് ഒരു ഒട്ടകപ്പശി പോലെ നിൽക്കട്ടെ. അല്ല സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ, ഈ നായകനും നായികയും കൂടെ. അത് ഈ കാറ് കേടാവുമ്പോഴത്തേക്ക് നായിക ലിഫ്റ്റ് കൊടുക്കുന്ന പോലെ. നീ ഇവിടെ ഒട്ടക പക്ഷി പോലെ നിൽക്കുന്നില്ലെന്ന് എനിക്ക് വിരോധമില്ല. പക്ഷെ കാറിലെങ്ങാനും തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടും പട്ടി. കാറിൽ ഒരു പോറൽ പോലും ഏൽക്കില്ലാന്ന് കാല് പിടിച്ച് പറഞ്ഞിട്ടാ 4000 കുണുവയ്ക്ക് ഇതിന്റെ ഉടമസ്ഥന് ഇത് വാടകയ്ക്ക് തന്നത്. എന്നാ പിന്നെ ഞാൻ ഒറിജിനാലിറ്റി വേണ്ടെന്ന് നോക്കിയാ. എടാ ഇതിപ്പോ എന്താ നിന്റെ ഭാവം? എടാ അവളുമായിട്ട് കൂടുതലൊരു ഇന്റിമസി ഉണ്ടാക്കണം, അത്രേ ഉള്ളൂ. ദേഹമ്മേ, തേടിയ പള്ളി കാലിൽ ചുറ്റിന്ന് പറഞ്ഞ പോലെ. എന്താടി? ദേ നിൽക്കുന്നു ജഗദീപ് കുമാർ. അതോ? ആ അത് തന്നെ. മുസ്തഫ, കാർ നിർത്ത. എന്താ അമ്മേ? നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് പോകാടി. വരുന്നുണ്ട്, വാ ഇറങ്ങ. ജഗദീപ് സാർ, ഞാൻ സരള. ജഗദീപ് സാർ, ഇതെന്റെ മകൾ സുസ്മിത. ഇവൾക്ക് സാറിന് പരിചയമുണ്ട്. സെലിബ്രിറ്റി ആയിപ്പോയ അങ്ങനെയാണ്. എന്തുകൊണ്ടാന്നറിയില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ പെൺകുട്ടികൾക്ക്. സാറിന് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടെന്ന് കേട്ടു. ആ ഒരു കോടീശ്വരന്റെ പുത്രനാകുമ്പോ അതൊക്കെ സ്വാഭാവികമാണല്ലോ, ക്വൈറ്റ് നാച്ചുറൽ. ഇവള് സിംഗിൾ ആണ് സാർ. പക്ഷെ കണ്ട ഡബിളാണെന്നേ പറയൂ. സാറെന്താ ഈ പെരുവഴിയിൽ ഇങ്ങനെ? ഈ ഡാഡി അടുത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഒരു CRE കുറഞ്ഞുള്ള വണ്ടികളൊന്നും വീട്ടിൽ വാങ്ങിച്ചോണ്ട് ഇടരുതെന്ന്. വെറുതെ കണ്ടില്ലേ, പുതുനായിട്ടിരുന്ന വണ്ടിയാണ്, ഇതേ ഇപ്പൊ പണി മുടക്കി റോഡിലായി. ഓ, അതുപോലെ ഈ വണ്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ ഇന്ത്യൻ റോഡുകളൊക്കെ എങ്ങനെയാണ്, അതേ കാള വണ്ടി ഓടിക്കാനേ കൊള്ളാവും. ഇവിടുത്തെ ടോട്ടൽ സിസ്റ്റം തന്നെ ശരിയല്ലെന്നേ. അപ്പോ സാറ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് വഴി നിൽക്കുക? അങ്ങനെയും പറയാം. ഞങ്ങള് സാറിനെ ഡ്രോപ്പ് ചെയ്യാം. ഈ വണ്ടിയിലോ? അതെ. അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. വരണം സർ. ചന്തു, ഈ പാട്ട വണ്ടി ഇനി നമുക്ക് വേണ്ട.
കിട്ടുന്ന വിലക്ക് ഡിസ്പോസ് ചെയ്തേക്കണം. ആ. അത് 1 രൂപയെങ്കിൽ 1 രൂപ അത്രയും മതി. യെസ് സാർ. ആ. അതിന് നിന്റെ പിതാജിയുടെ വണ്ടിയല്ലേ? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ. ഇങ്ങോട്ട് ഇരിക്കാൻ സർ. ആ? കുലുക്കമൊക്കെ കുറവായിരിക്കും. ഈ കോട്ട് വിട്ടുകൊണ്ട് കയറിയുള്ള സ്റ്റാൻഡേർഡൊന്നും ഈ വണ്ടിക്കില്ല. അതുകൊണ്ട് കോട്ട് ഊരിയേക്കാം. ചന്തു, ഇതിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കിയാ. ശരി സാർ. ഇങ്ങോട്ട് ഇരിക്കാൻ സർ. ആ ഇവിടെ അല്ലേ. ഓക്കേ. മുസ്തഫ വണ്ടി എടുക്ക. ശരി മാഡം. ആ ചന്തു എന്ന് പറയുന്ന ആരാ സർ? ചന്തു എന്റെ പേഴ്സണൽ മാനേജറാ. കഴിയുമെങ്കിൽ അങ്ങേരെ ഒന്ന് മാറ്റണം കേട്ടോ. സാറിന്റെ സ്റ്റാറ്റസിനെ പറ്റിയ ആളല്ല. എന്തിട്ടി? ഇന്നലെ രാത്രി ഞങ്ങൾ സാറിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു. അപ്പൊ അയാൾ അറ്റൻഡ് ചെയ്തത് ഒരുമാതിരി കച്ചറ സംസാരവും സംസ്കാരവും ഇല്ലാത്ത പെരുമാറ്റവും. അതല്ലേ ഒറിജിനൽ ജഗദീപ്. അല്ല, നിങ്ങൾ എന്തായിരുന്നു എന്നെ വിളിച്ചിരുന്ന? ഇവളുടെ പ്രപ്പോസലിന്റെ കാര്യം പറയാനാ. ഇവൾക്ക് സാറുമായുള്ള ബന്ധത്തിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാനാ. കൺട്രോൾ ജഗദീപ്, കൺട്രോൾ. അല്ല, സാറിനെ എവിടെയാ വിടേണ്ടത്? എന്നെ വീട്ടിലേക്ക് വിട്ടാ മതി. രാമേന്ദ്രൻ സാറിന്റെ വീടല്ലേ? എനിക്കറിയാം. പറഞ്ഞതുപോലെ ഞാനിപ്പോ ചിറക്കൽ രാമേന്ദ്രന്റെ മോനാണല്ലോ. എന്തോന്നും പറഞ്ഞോണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കയറും. എന്റെ ശിവനേ, ഇതിന് എന്തോന്ന് പറഞ്ഞ് തടി തപ്പും. മുസ്തഫ, വണ്ടി നേരെ ചിറക്കൽ രാമേന്ദ്രൻ സാറിന്റെ വീട്ടിലേക്ക് പോട്ടെ. ശരി. അല്ല, എന്നെ അവിടെ തന്നെ വിടണമെന്നില്ല. വഴിക്ക് എവിടെയെങ്കിലും ഇറക്കി വിട്ടാലും മതി. ഞാൻ സാരമില്ല ജഗദീപ് സാറേ, കുറച്ചു ദൂരം വണ്ടി ഓടണമെന്നല്ലേ ഉള്ളൂ. വണ്ടിയിൽ ആവശ്യത്തിലേറെ ഡീസലുണ്ട്. സാറിന് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ ഞങ്ങള്? എന്നാലും ഇത്രയൊന്നും വേണ്ടായിരുന്നു കേട്ടാ. അല്ല, എന്നെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ എവിടെയെങ്കിലും വിട്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന്. ചെറുക്കൽ രാമചന്ദ്രൻ സാറിന്റെ മോൻ ജഗദീപിനെ ബസ് സ്റ്റോപ്പിൽ വിടാനോ? അങ്ങനൊരു മോശം ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എന്നാലും ഈ കുറച്ചത് എന്റെ അടുത്ത് വേണ്ടായിരുന്നു. അല്ല, പക്ഷേ ഒരു പക്ഷേ ഇല്ല. ജഗദീപ് സാറ് എന്ത് പറഞ്ഞാലും സാറിനെ ഞങ്ങള് സാറിന്റെ വീട്ടിലേ വിടും. എന്റെ ശിവനേ, ഇതിനകത്തൊന്നും ചാടാനൊന്നും വൃത്തിയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.